പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾക്ക് അപ്പുറമുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ മുഖാമുഖത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈസ് ചെയർപേഴ്സൺ എ ഡി ലതയും പരിപാടിയിൽ പങ്കെടുത്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ഇൻഷുറൻസ് പരിരക്ഷ, പകൽ വീട്, പ്രായമായ ആളുകളുമായുള്ള ഒരു യാത്ര, തട്ടുകടകളെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് മാറ്റിസ്ഥാപിക്കൽ, പഴയ ബസ് സ്റ്റാൻഡിൽ ഫുട് ഓവർ ബ്രിഡ്ജ് എത്രയും വേഗത്തിൽ നടപ്പിലാക്കൽ എന്നിവയ്ക്കായിരിക്കും പ്രഥമ പരിഗണന നൽകുകയെന്ന് കാഞ്ഞങ്ങാട് നഗരസഭയിൽ പുതുതായി ചുമതലയേറ്റ ചെയർമാൻ വി രമേശൻ പറഞ്ഞു. പ്രസ് ഫോറത്തിന്റെ മീറ്റ് ദ ചെയർമാൻ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരുമില്ലാത്തവരെ അവർക്ക് ഞങ്ങൾക്ക് ആരുമില്ല എന്ന തോന്നൽ കാലമാറ്റ ആളുകൾക്ക് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അവർക്ക് നഗരസഭ തുണയേകും. അതിന് സമഗ്രമായ പദ്ധതി ആവിഷ്കരിക്കും. കാഞ്ഞങ്ങാട്ടെ ജനതയെ എല്ലാവരെയും സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കും. അതായത് അപകടം, അതുപോലെ തന്നെ അപകടം വന്ന ചികിത്സ, അതുപോലെ മരണാനന്തരം കുടുംബങ്ങൾക്കുള്ള ചികിത്സ, ആ സഹായം ഒരു പ്രായത്തിനപ്പുറം, അത് നിശ്ചയ പ്രായം ഞാനിപ്പോൾ പറയുന്നില്ല. ഓരോ വാർഡിനും വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ഒരൊറ്റ ദിവസം 47 ബസ്സുകൾ പ്രായമായ ആളുകളെയും കൊണ്ട് ഒന്ന് നാടൊക്കെ ചുറ്റി സഞ്ചരിച്ച് ഒരു ഉല്ലാസയാത്ര, ഏറ്റവും പ്രായമുള്ള ആളുകൾ ഒരു യാത്രയൊക്കെ സംഘടിപ്പിക്കണം ആഗ്രഹിക്കുന്നത്. കൂടാതെ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് അവസാനിപ്പിക്കാൻ നടപടിയുണ്ടാകും. പുതിയ ബസ് സ്റ്റാൻഡ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കും. ഇതിലെ ഭൂരിപക്ഷം മുറികളും ലേലത്തിൽ പോയിട്ടുണ്ട്. മുനിസിപ്പൽ ഓഫീസ് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ആധുനിക സൗകര്യങ്ങളോടെ മാറ്റും. പടിഞ്ഞാറ് ഭാഗത്തുള്ള 3 നില കെട്ടിടത്തിലായിരിക്കും ഇത് പ്രവർത്തിക്കുക. തട്ടുകട കാഞ്ഞങ്ങാട് ഒരു പ്രധാന കേന്ദ്രങ്ങളിലേക്ക് മാറ്റി ഫുഡ് കോർട്ട് ആക്കി അവിടെ ഏറ്റവും മികച്ച ഭക്ഷണം കൊടുക്കാൻ കഴിയത്തക്ക നിലയിൽ വ്യാപകമായി പട്ടണങ്ങളിൽ തട്ടുകട ഉണ്ടാവില്ല. ഒരു പ്രത്യേക കേന്ദ്രത്തിൽ തട്ടുകട ഭക്ഷണം ആളുകൾക്ക് ഇഷ്ടമാണ്. അവിടെ പോയി കഴിക്കുമ്പോൾ രുചികരമായ ഭക്ഷണം കൊടുക്കാൻ ആവശ്യമായ രീതിയിൽ ഒരു ഫുഡ് കോർട്ട് അപ്പോൾ ഭാവിയിലേക്ക് പൊളിച്ചു മാറ്റി നമുക്ക് നല്ല നിലയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നത് പരിശോധിക്കും. പുതിയ ബസ് സ്റ്റാൻഡ് എത്രയും പെട്ടെന്ന് അത് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ നിലയിൽ ഉള്ള നടപടികൾ വളരെ വേഗം, ഏത് ദിവസം ഇപ്പോൾ ഞാൻ പറയുന്നില്ല, അതിന് 1-2 കമ്മിറ്റികൾ ചേരാനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ട്രാഫിക് പ്രൊവിഷൻ കമ്മിറ്റി ചെയ്യാനുണ്ട്. സ്റ്റേജുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഇത്തരം അടിസ്ഥാനത്തിൽ ആ പ്രശ്നം പരിഹരിച്ച് പുതിയ ബസ് സ്റ്റാൻഡ് ചാടുക. അതേസമയം പഴയ ഓഫീസ് സോഡൽ ഓഫീസായി നിലനിർത്തുകയും ചെയ്യും. സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി ഈ ഭരണസമിതിക്ക് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ചെയർമാൻ പറഞ്ഞു. അർഹതപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കയ്യിൽ തന്നെ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. കാർഷിക മേഖലയിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കും. മണ്ഡലം MLA ഇ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പൈതൃക ഇടനാഴി പുതിയ ഭരണസമിതിയുടെ കാലത്ത് തന്നെ യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കും. അരൈപ്പുഴയിലെ നമ്പ്യാർക്കൽ അണക്കെട്ടിൽ പാർക്ക് സ്ഥാപിക്കാനുള്ള ആലോചനയുമുണ്ട്. മാലിന്യമുക്ത കാഞ്ഞങ്ങാട് എന്നതാണ് പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം. ഇതിലൂടെ കാഞ്ഞങ്ങാടിനെ കേരളത്തിലെ ഏറ്റവും മികച്ച നഗരസഭയാക്കി മാറ്റാനാണ് ശ്രമമെന്നും 2ാം തവണയും നഗരഭരണത്തിന്റെ സാരഥ്യത്തിലെത്തിയ വി രമേശൻ വ്യക്തമാക്കി. നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ എ ഡി ലതയും ചെയർമാനോടൊപ്പം മുഖാമുഖത്തിൽ പങ്കെടുത്തു. പെരിയ SN കോളേജ് ചെയർമാൻ സി രാജൻ പെരിയ, ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി പി ലക്ഷ്മണൻ, ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഹോസ്ദുർഗ് താലൂക്ക് സെക്രട്ടറി എ വി പ്രദീപൻ എന്നിവർ അതിഥികളായി പങ്കെടുത്ത പരിപാടിയിൽ പുതുവർഷാഘോഷത്തിന്റെ ഭാഗമായുള്ള കേക്ക് മുറിക്കലും കേക്ക് വിതരണവും അംഗങ്ങൾക്കുള്ള ബസ് പാസ് വിതരണവും നടത്തി. പരിപാടിയിൽ പ്രസ് ഫോറം പ്രസിഡന്റ് ഫസൽ റഹ്മാൻ അധ്യക്ഷനായി. സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.